morning. Today we are discussing a new topic, ecological pyramids and ecological succession. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ ഒരുപാട് പിരമിഡിന്റെ ഡയഗ്രാംസ് ഒക്കെ കാണാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്കോളജിക്കൽ പിരമിഡ്സ് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ an ecological pyramid? എന്താണ് ഒരു ഇക്കോളജിക്കൽ പിരമിഡ്? ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ട്രോഫിക് സ്ട്രക്ചർ ആൻഡ് ഓൾസോ ഫംഗ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം starting with producers at the base and successive trophic levels forming apex. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ എക്കോളജിക്കൽ പിരമിഡ്. അപ്പോൾ അതിൽ ട്രോഫിക് സ്ട്രക്ചറിനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനും കാണിക്കുന്നുണ്ട്. ഏതൊരു എക്കോളജിക്കൽ പിരമിഡിലും അതിന്റെ ബേസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസറിൽ വെച്ചാണ്, പിന്നീട് സക്സസീവ് ആയിട്ടുള്ള ട്രോഫിക് ലെവൽസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്കോളജിക്കൽ പിരമിഡ്സ് ആർ ഓഫ് മെയിൻലി 3 types. Those are pyramid of numbers, pyramid of biomass and pyramid of energy. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിരമിഡ് ഓഫ് നമ്പേഴ്സ് നോക്കാം. എന്തായിരിക്കും പിരമിഡ് ഓഫ് നമ്പേഴ്സ്? എന്തിനായിരിക്കും പിരമിഡ് ഓഫ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് അവൈലബിൾ ഇൻ എ ട്രോഫിക് ലെവൽ or occupy in a trophic level. ഒരു ട്രോഫിക് ലെവലിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന്റെ നമ്പറിനെയാണ് നമ്മൾ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. സോ ദ പിരമിഡ് ഓഫ് നമ്പർ ആർ ഓഫ് 3 types. Those are upright and also inverted and also narrow on both sides and broader in middle. ഓക്കെ, അപ്പോൾ അപ്രൈറ്റ് ഉണ്ട്, ഇൻവേർട്ടഡ് ഉണ്ട്, പിന്നെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നാരോ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് എൻഡിലും നാരോ, നടുഭാഗം മധ്യഭാഗം ബ്രോഡർ ആയിട്ടുള്ള കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഓക്കെ, ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് അപ്രൈറ്റ് പിരമിഡ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പോണ്ട് എക്കോസിസ്റ്റത്തിലും നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്രൈറ്റ് പിരമിഡാണ്. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലാവുമ്പോൾ ഗ്രാസസ് ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ്, പോണ്ട് എക്കോസിസ്റ്റത്തിലാവുമ്പോൾ ആൽഗെ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കേസസിലും നമുക്ക് അപ്രൈറ്റ് പിരമിഡാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം നോക്കാം. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, ഹെർബിവോർസ് വരുന്നുണ്ട്, കാർണിവോർസ് വരുന്നുണ്ട്, അതുപോലെ ടോപ്പ് കാർണിവോർസും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയി വരുന്നത് ആരാണ്? ഗ്രാസസ് ആണ്. ഗ്രാസസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ നമ്പർ കൂടുതലാണ്. അപ്പൊ ഗ്രാസസിനെ ഭക്ഷണമാക്കുന്ന ഇൻസെക്ട്സിന്റെ നമ്പർ അതിനേക്കാളും കുറവാണ്. ഇൻസെക്ട്സിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗ്സിന്റെയും ബേർഡ്സിന്റെയും നമ്പർ അവയേക്കാളും കുറവാണ്. അതുപോലെ ഫ്രോഗ്സിനെയും ബേർഡ്സിനെയും ഭക്ഷണമാക്കുന്ന ഹോക്സിന്റെ അളവ് നമ്മുടെ കാർണിവോഴ്സിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു പിരമിഡിന് അപ്രൈറ്റ് സ്ട്രക്ചർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കേസ് നോക്കാം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? നാരോ ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് ബ്രോഡർ ഇൻ മിഡിൽ. ഓക്കെ, രണ്ട് എൻഡിലും നാരോ ആയിരിക്കും, മിഡിലില് കുറച്ച് ബ്രോഡർ ആയിരിക്കും. ആ ഒരു കേസാണ് നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷേപ്പ് ഓക്യുപ്പൈ ചെയ്യാൻ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ട്രീസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഗ്രാസസിനെ അപേക്ഷിച്ച് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ട്രീസ് ഓക്യുപ്പൈ സ്മാൾ ഇൻ നമ്പർ ആൻഡ് ഓൾസോ നാരോ ബേസ്. അതുകൊണ്ട് തന്നെ ട്രീസിന് ഒരു ചെറിയ ബേസ് ആണ് നമുക്ക് ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റുക. ഇനി ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻസെക്ട്സും ബേർഡ്സും കൂടുതൽ നമ്പർ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയും ഭക്ഷണമാക്കുന്ന സ്നേക്സും ഫോക്സസും അതുപോലെ തന്നെ ഹെർബിവോഴ്സിനേക്കാളും നമ്പർ കുറച്ച് കുറവാണ്. ഓക്കെ, അതുപോലെ സ്നേക്സിനെയും ഫോക്സിനെയും ഭക്ഷണമാക്കുന്ന ലയൺ, ടൈഗർ ഇവയുടെ നമ്പർ അതുപോലെ ചെറുതാണ്, അതായത് കാർണിവോഴ്സിനേക്കാളും കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസറും ടോപ്പ് കാർണിവോഴ്സും നാരോ ബേസിൽ വരുന്നു, അതുപോലെ കാർണിവോഴ്സും ഹെർബിവോഴ്സും കുറച്ച് മിഡിലിലെ ബോർഡർ ആയിട്ടും വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കേസാണ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ. പാരസൈറ്റിക് ഫുഡ് ചെയിൻ ഒരു ഇൻവെർട്ടഡ് ഷേപ്പാണ്. അതെന്തുകൊണ്ടാണ് ഇൻവെർട്ടഡ് ഷേപ്പ്? നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് ട്രീസ് തന്നെയാണ്, ഹെർബിവോർസ് ആയിട്ട് വരുന്നത് ബേർഡ്സ് ആണ്, പാരസൈറ്റ്സ് ആണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ട്രോഫിക് ലെവലിൽ വരുന്നത്. അപ്പോൾ പാരസൈറ്റ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ലൈസും ബഗ്സും. എന്താണ് ലൈസും ബഗ്സും? ഇവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെള്ള് അല്ലെങ്കിൽ മനുഷ്യരിലൊക്കെയുള്ള പേനുകളൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ലൈസ് ആൻഡ് ബഗ്സ് എന്ന് പറയാം. അപ്പോൾ ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബേർഡ്സിന്റെ എണ്ണം ട്രീസിനേക്കാളും കൂടുതലായിരിക്കും. bird
ലൈസും ബഗ്സും ബേർഡ്സിനേക്കാൾ കൂടുതൽ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ലൈസിനെയും ബഗ്സിനെയും ഭക്ഷണമാക്കുന്ന മൈക്രോബ്സിന്റെ എണ്ണം അവയെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരസൈറ്റിക് ഫുഡ് ചെയിനിന് ഒരു ഇൻവേർട്ടഡ് ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിരമിഡ് ഓഫ് നമ്പേഴ്സ് 3 വിധത്തിലാകാം. ഒന്ന് അപ്രൈറ്റ് സ്ട്രക്ചർ ഉണ്ട്, ഒന്ന് ഇൻവേർട്ടഡ് സ്ട്രക്ചർ, പിന്നെ മൂന്നാമത്തത് എന്താണ്, നാരോ അറ്റ് ബേസ് ആൻഡ് ബ്രോഡർ ഇൻ ദ മിഡിൽ. ഓക്കെ, ഇനി അടുത്തതായി ഇക്കോളജിക്കൽ പിരമിഡിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് ബയോമാസ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പിരമിഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദി ടോട്ടൽ ബയോമാസ് അവൈലബിൾ അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവലിലും അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ബയോമാസിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബയോമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെയിറ്റ്, നമ്മുടെ ഒരു മാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്. ഒരെണ്ണം അപ്രൈറ്റുമാണ്, ഒരെണ്ണം ഇൻവേർട്ടറുമാണ്. അപ്പോൾ നമുക്ക് അപ്രൈറ്റിന്റെ കേസ് നോക്കാം. പ്ലാന്റ് എക്കോസിസ്റ്റത്തിന് എന്ത് ഷേപ്പാണുള്ളത്? അപ്രൈറ്റ് ഷേപ്പാണുള്ളത്. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, ഹെർബിവോർസ് വരുന്നുണ്ട്, കാർണിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആകുമ്പോൾ അതിൽ പ്രൊഡ്യൂസേഴ്സ് ആരായിരിക്കും? ഗ്രാസസ് ആയിരിക്കും. ഗ്രാസസ് എന്ന് പറയുന്നത് നമ്പർ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൾക്ക് വെയിറ്റ് എടുക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ബയോമാസ് കൂടുതലായിരിക്കും. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്ക്വിറലിന്റെയും ഇൻസെക്ട്സിന്റെയും ബയോമാസ് ഗ്രാസസിനേക്കാളും കുറച്ച് കുറവായിരിക്കും. സ്നേക്സ്, ഫ്രോഗ്സ്, ബേർഡ്സ് ഇവരുടെയൊക്കെ ബയോമാസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താണ്? അവരുടെ നമ്പർ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പിരമിഡ് ഓഫ് ബയോമാസും ഏകദേശം ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബയോമാസും കൂടുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസാണ്, അഥവാ പിരമിഡ് ഓഫ് ബയോമാസിന്റെ രണ്ടാമത്തെ കേസാണ് ഇൻവേർട്ടഡ് ടൈപ്പ്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് പോണ്ട് എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത് ആൽഗയാണ്, ഹെർബിവോർസ് ആയിട്ട് വരുന്നത് ഇൻസെക്ട്സ് ആണ്, കാർണിവോർസ് ആയിട്ട് വരുന്നത് സ്മാൾ ഫിഷും, ടെർഷ്യറി കാർണിവോർസ് ആയിട്ട് വരുന്നത് ബിഗ് ഫിഷും ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിലെ ആൽഗയുടെ ബയോമാസിനേക്കാളും കൂടുതലാണ് ഇൻസെക്റ്റിന്റേത്. അതുപോലെ തന്നെ ഇൻസെക്റ്റിനെ ഭക്ഷണമാക്കുന്ന സ്മാൾ ഫിഷിന് ഇൻസെക്ട്സിനേക്കാളും ബയോമാസ് ഉണ്ട്. അതുപോലെ തന്നെ സ്മാൾ ഫിഷിനെ ഭക്ഷണമാക്കുന്ന ബിഗ് ഫിഷസിന് സ്മാൾ ഫിഷസിനേക്കാളും ബയോമാസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിന് ഒരു ഇൻവേർട്ടഡ് ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇക്കോളജിക്കൽ പിരമിഡിലെ മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് എനർജി നോക്കാം. ഓക്കെ, സോ പിരമിഡ് ഓഫ് എനർജി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദ എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവലിലും അവൈലബിൾ ആയിട്ടുള്ള എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മുടെ പിരമിഡ് ഓഫ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് എക്കോസിസ്റ്റം ആയാലും കുഴപ്പമില്ല, ഫോറസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഗ്രാസ്ലാൻഡ് ആയാലും കുഴപ്പമില്ല, പോണ്ട് എക്കോസിസ്റ്റം ആയാലും കുഴപ്പമില്ല, എല്ലാത്തിനും അപ്രൈറ്റ് ആയിരിക്കും അതിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഷേപ്പ് വരാനുള്ള കാരണം? എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ട്രോഫിക് ലെവലിലും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷൻ പർപ്പസസിലൂടെയും നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് ഓൺലി 10% എനർജി ഈസ് പാസ്ഡ്. ഓക്കെ, ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് ആകെ കിട്ടുന്നതിന്റെ 10% എനർജി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സോളാർ എനർജി ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടുന്ന എനർജിയുടെ 10% മാത്രമാണ് അവർ ഹെർബിവോഴ്സിലോട്ട് പാസ് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന എനർജിയുടെ 10% മാത്രമാണ് അവർക്ക് കാർണിവോഴ്സിലോട്ട് പാസ് ചെയ്യുന്നത്, അതുപോലെ ടോപ്പ് കാർണിവോഴ്സിലോട്ട്. ഓക്കെ, അതുകൊണ്ടാണ് എനർജി ടോപ്പ് ട്രോഫിക് ലെവലിലോട്ട് പോകുമ്പോൾ എനർജി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ എനർജിയുടെ ഫ്ലോ യൂണി ഡയറക്ഷനിലാണ് ഓൾറെഡി പഠിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് പിരമിഡ് ഓഫ് എനർജി. നെക്സ്റ്റ് we are going to discuss ecological succession. എന്താണ് ecological succession? It is the phenomenon of transition from one biotic community to another is termed as ecological succession, or otherwise it is known as natural succession. ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റൊരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലോട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്കോളജിക്കൽ സക്സഷൻ. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയും. നമുക്കൊരു ബെയർ
റോക്ക് ഉണ്ട്, നഗ്നമായിട്ടുള്ള ഒരു റോക്ക്. അത് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം, ടൈമുകൾക്ക് ശേഷം എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്കോളജിക്കൽ സക്സഷൻ. ഓക്കെ, ആൻഡ് എക്കോസിസ്റ്റം ഈസ് നോട്ട് സ്റ്റാറ്റിക് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് changes its structure and function with time and changing environmental condition. ഒരു എക്കോസിസ്റ്റവും സ്റ്റാറ്റിക് അല്ല, എല്ലാ എക്കോസിസ്റ്റവും ഡൈനാമിക് ആണ്. അത് ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ മാറി വരുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ചും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെയാണ്. അടുത്തതായി എക്കോളജിക്കൽ സക്സഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ദ ഏരിയ ഈസ് ടേംഡ് ആസ് പയനിയർ കമ്മ്യൂണിറ്റി. ഒരു ഏരിയയിൽ ആദ്യമായിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് പയനിയർ കമ്മ്യൂണിറ്റി. ആൻഡ് ദ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ മോഡിഫിക്കേഷൻസ് ഇൻ ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ഈസ് നോൺ ആസ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഒരു ഏരിയയിലെ അവസാനം മോഡിഫിക്കേഷൻസിന് ശേഷം, എൻവയോൺമെന്റിലുള്ള മോഡിഫിക്കേഷൻസിന് ശേഷം അവസാനം ഒക്യുപ്പൈ ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ആൻഡ് ദ സ്റ്റേജസ്, ദ ട്രാൻസിറ്ററി സ്റ്റേജസിനെ വിളിക്കുന്ന പേരാണ് സെറൈൽ സ്റ്റേജസ്. ഓക്കെ, ദ സീക്വൻസ് ഓഫ് ട്രാൻസിറ്ററി സ്റ്റേജസ് ആർ നോൺ ആസ് സെറൈൽ സ്റ്റേജസ്. അപ്പോൾ ഒരു പയനിയർ കമ്മ്യൂണിറ്റി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ മനുഷ്യരുടെ കേസിൽ ഒരു സൈഗോട്ട് ഒരു മനുഷ്യനാകുമ്പോഴേക്കും ഒരുപാട് സ്റ്റേജസ് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഇടയിലുള്ള ഈ സ്റ്റേജസിന്റെ സീക്വൻസിനെ പറയുന്ന പേരാണ് സെറൈൽ സ്റ്റേജസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്കോളജിക്കൽ സക്സഷന്റെ കുറച്ച് ടൈപ്സ് ആണ്. ഓക്കെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ഈ എക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രാർക്ക് ഓർ ഹൈഡ്രോസീർ. അപ്പോൾ ഈ ഹൈഡ്രാർക്ക് എന്നുള്ള വാക്കിൽ എന്തുണ്ട്? ഹൈഡ്ര എന്ന് പറയുമ്പോൾ എവിടെയാണ് വളരുന്നത്? വെള്ളത്തിൽ, അല്ലെ? അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? വാട്ടർ ഏരിയ ലൈക്ക് പോണ്ട് ഓർ സോംബ്. അപ്പൊ വാട്ടർ അറ്റ്മോസ്ഫിയർ ഉള്ള പോണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സോംബിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഹൈഡ്രാർക്ക് അല്ലെങ്കിൽ ഹൈഡ്രോസീർ എന്ന് പറയുന്ന എക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെസാർക്ക്. മെസാർക്ക് എന്നുള്ള വാക്ക് ഏത് ടേമുമായിട്ട് റിലേറ്റഡ് ആണ്? മോയ്സ്ചർ, ഈർപ്പം എന്നുള്ള ടേമുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏരിയ ഓഫ് അഡോക്കേറ്റ് മോയ്സ്ചർ, ആവശ്യത്തിന് മോയ്സ്ചർ കിട്ടുന്ന ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് സെറാർക്ക് ഓർ സെറാസീർ. ഈ വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഡ്രൈ ഏരിയ ആയിരിക്കും, അല്ലെ? അപ്പൊ ചെറിയ മോയ്സ്ചർ ഉള്ള ഡ്രൈ ഏരിയയിലാണ് നമ്മുടെ ഈ ടൈപ്പ് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സെറാർക്കിനെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡോസാർ, ലിതോസീർ, സാമോസീർ, ഹാലോസീർ. ലിതോസീർ എന്ന് പറയുമ്പോൾ ബെയർ റോക്ക് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സാമോസീർ എന്ന് പറയുമ്പോൾ സാൻഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഹാലോസീർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഓൺ സലൈൻ സോയിൽ. ഹാലജൻ, ഹാലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഉപ്പ് എന്നുള്ള ഒരു ടേമുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഹാലോസീർ എന്ന് പറഞ്ഞാൽ സലൈൻ സോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് സെറാർക്കിന്റെ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെ അത് ബെയർ റോക്കിൽ നിന്നും നമുക്ക് ഫൈനൽ ആയിട്ട് ഫോറസ്റ്റ് ആണ് ക്ലൈമാക്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ ബെയർ റോക്ക് ഉണ്ട്. ഈ ബെയർ റോക്കിൽ വാട്ടറും ഇല്ല, ഓർഗാനിക് മാറ്ററും ഇല്ല. പിന്നെ ഗ്രാജുവൽ ബിൽഡപ്പ് നടക്കുകയാണ്. അവിടേക്ക് മോയ്സ്ചർ വരുന്നുണ്ട്, ഓർഗാനിക് മാറ്റർ വരുന്നുണ്ട്, ഹ്യൂമസ്, മനുഷ്യരുടെയൊക്കെ വേസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോയിലും ഒക്കെ ചെല്ലുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ അവിടെ ലൈക്കൺസും മോസസും ഉണ്ടായി വരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ ഹെർബ്സ് ഉണ്ടാകുന്നുണ്ട്, ഗ്രാസസ് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വീണ്ടും കുറച്ച് ടൈമും കുറച്ച് എൻവയോൺമെന്റിന് ചേഞ്ച് ഒക്കെ കഴിയുമ്പോൾ അവിടെ shrubsഉം ട്രീസും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ shrubsഉം ട്രീസും കൂടി ചേർന്ന് നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഫോറസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ഇത് കൂടാതെയുള്ള 3 സക്സഷൻസ് ആണ് പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ ആൻഡ് ഓൾസോ അക്വാട്ടിക് സക്സഷൻ. എന്താണ് പ്രൈമറി സക്സഷൻ? അവിടെ ഒരു ഏരിയയിൽ ആദ്യമേ ഒരു കമ്മ്യൂണിറ്റിയും ഇല്ലാത്ത നഗ്നമായി കിടക്കുന്ന ഒരു ഏരിയയിൽ ആദ്യമായിട്ട് ഒരു സക്സഷൻ നടക്കുക, അതിനെ നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയും. ഇനി സെക്കൻഡറി സക്സഷൻ ആണെങ്കിലോ ഒരു ഏരിയ അത് ഫോറസ്റ്റ് ഫയർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. എന്നിട്ട് അപ്പോൾ അവിടുത്തെ
എല്ലാ ലിവിങ് കമ്പോണന്റും ഒക്കെ നശിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനുശേഷം പുതിയൊരു പയനിയർ കമ്മ്യൂണിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ആ ടൈപ്പ് സക്സഷനെ പറയുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. ഇനിയുള്ളത് അക്കോട്ടിക് സക്സഷൻ ആണ്. അക്കോട്ടിക് സക്സഷൻ എന്ന് പറഞ്ഞാലോ വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സക്സഷനെയാണ് നമ്മൾ അക്കോട്ടിക് സക്സഷൻ എന്ന് പറയുന്നത്. We are going to discuss process of succession. സക്സഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സക്സഷന് 5 സ്റ്റേജസ് ഉണ്ട്. അവയാണ് ന്യൂഡേഷൻ, ഇൻവേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോആക്ഷൻ, റിയാക്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ന്യൂഡേഷൻ എന്ന് നോക്കാം. ഇൻ ദിസ് ഡെവലപ്മെന്റ് ഓഫ് ബെയർ ഏരിയ വിതൗട്ട് എനി ലൈഫ് ഫോം. ഇവിടെ ഒരു ലൈഫ് ഫോമും ഇല്ലാത്ത ഒരു ബെയർ ഏരിയയുടെ ക്രിയേഷൻ ആണ് നടക്കുന്നത്. And the bare area is caused by landslides, volcanic eruption, drought, glaciers or overgrazing. Overgrazing, glaciers, volcanic eruption, landslides ഇവയിൽ ഏതെങ്കിലും വഴിയാണ് നമുക്ക് ബെയർ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബെയർ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ലൈഫ് ഫോം ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബെയർ ഏരിയയുടെ ക്രിയേഷൻ ആണ്. അതാണ് ന്യൂഡേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇൻവേർഷൻ. എന്താണ് ഇൻവേർഷൻ? In this successful establishment of one or more species on a bare land through dispersal or migration. അപ്പോൾ നമ്മുടെ ബെയർ ഏരിയയിലുള്ള ഒന്ന് അല്ലെങ്കിൽ അതിലധികം സ്പീഷീസിന്റെ ഒരു ഇൻവേർഷൻ ആണ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻവേർഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അവിടെ ഇൻവേർഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്? നമ്മുടെ പൂക്കളിൽ നിന്നൊക്കെയുള്ള സ്പോർസ് ഇവ എന്ത് ചെയ്യും? കാറ്റത്തിങ്ങനെ പാറി നടക്കും, എന്നിട്ട് വേറെ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അതുപോലെ നമ്മുടെ സീഡ്സ് വിത്തുകളൊക്കെ എന്ത് ചെയ്യും? ഇൻസെക്ട് വഴി അല്ലെങ്കിൽ ബേർഡ്സ് വഴിയൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ വാട്ടർ എന്നുള്ള മീഡിയം വഴിയും എന്ത് ചെയ്യാം? സീഡ്സും സ്പോർട്സും ഒക്കെ വേറെ സ്ഥലത്ത്, അതായത് നമ്മൾക്ക് ഇവിടെ ബെയർ ഏരിയ ആണ്, ബെയർ ഏരിയയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആണ് കോമ്പറ്റീഷൻ ആൻഡ് കോആക്ഷൻ. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിത്തുകളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് ബെയർ ഏരിയയിൽ. അപ്പൊ അവിടെ ഇന്റർ സ്പെസിഫിക് സ്പീഷീസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രാ സ്പെസിഫിക് സ്പീഷീസും ഉണ്ടാകുന്നത്. അതായത് പല വിത്തുകളും ചിലപ്പോൾ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഒരേ സ്പീഷീസിലുള്ള സസ്യങ്ങള് ബിൽഡപ്പ് ചെയ്ത് വരാം, അല്ലെങ്കിൽ വ്യത്യസ്ത അല്ലെങ്കിൽ ഒരേ സ്പീഷീസിൽ ഉള്ളതും ഉണ്ടാകാം, അല്ലെങ്കിൽ സ്പീഷീസിന് പുറമെ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിൽ ഉള്ളതും ഉണ്ടാകും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബിൽഡപ്പ് നടക്കും. അവ തമ്മിൽ എന്തിന്? സ്പേസിനും വാട്ടറിനും ന്യൂട്രീഷനും വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് കോമ്പറ്റീഷൻ എന്നുള്ള സ്റ്റെപ്പ്. ഇനി കോആക്ഷൻ എന്താണ്? ഈ ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല ആവശ്യങ്ങൾക്കായിട്ട് പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് കോആക്ഷൻ. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ എൻവയോൺമെന്റിലെ പല സിറ്റുവേഷൻസും ചിലപ്പോൾ നമ്മുടെ ഈ സ്പീഷീസുകൾക്ക് യോജിച്ചതാവില്ല. അതുകൊണ്ട് തന്നെ the living organisms are modified to a large extent and thereby several communities are formed. അപ്പോൾ അവിടെയുള്ള ലിവിങ് ഓർഗാനിസംസ്, ജന്തുജാലങ്ങളാവാം അല്ലെങ്കിൽ സസ്യങ്ങൾ, അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ അനുസൃതമായിട്ട് എന്ത് ചെയ്യും? അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ എന്ത് ചെയ്യും? മാറ്റം വരുത്തും, മോഡിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് സെറൽ കമ്മ്യൂണിറ്റീസ് കിട്ടും, അതായത് വെറൈറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് കിട്ടി തുടങ്ങും. ഓക്കെ, ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് സ്റ്റെബിലൈസേഷൻ. അപ്പൊ സെറൽ കമ്മ്യൂണിറ്റീസ് രൂപപ്പെട്ടു, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി നിലവിൽ വരും. ആ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്താണ് പറയാ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയുടെ സ്റ്റെബിലൈസേഷൻ അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലായിരുന്നോ? സെറാർക്ക്, ബെയർ റോക്ക് എന്ന് ഫോറസ്റ്റ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് കിട്ടുക. അതന്നെയാണ് പ്രോസസ് ഓഫ് സക്സഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.